ഷൊർണൂർ കാരക്കാട് ദേശച്ചോഴി പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ആചാരത്തനിമയുടെ വീടുകളിലെത്തി. പാട്ടുകണ്ടത്തിൽ നിന്നും ചോഴി കെട്ടിയതിനു ശേഷം കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ചോഴി കളിക്ക് ശേഷമാണ് പ്രദേശത്തെ വീടുകളിലേക്ക് ചോഴി സംഘം നീങ്ങിയത്. ചോഴി എന്നാൽ മധ്യ കേരളത്തിലെ നായർ സമുദായക്കാർ ധനുമാസത്തിലെ മകീരം നാളിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രാചീന നാടൻ കലാരൂപമാണ്. ഭൂതഗണങ്ങൾ എന്നർത്ഥം വരുന്ന ചോഴികൾ വാഴയിലയിൽ ഉടുത്ത് മുത്തിയമ്മയും കാലനും ചിത്രഗുപ്തനുമായി വീടുകളിൽ കയറി പാട്ടും നൃത്തവും അവതരിപ്പിക്കുന്നു. ഇത് ചോഴിക്കളി എന്ന വിനോദകലയുടെ ഒരു വകഭേദമാണ്. ഇതിൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടുന്നു. വീടുകളിൽ ചോഴികളി കഴിഞ്ഞാൽ രാമായണത്തിലെ ശ്ലോകങ്ങൾ സംഘത്തിലെ ആളുകൾ ചൊല്ലും. അത് കഴിഞ്ഞാൽ കാലൻ കൂവുക പതിവാണ്. പിന്നീട് മുത്തിയമ്മ കളിക്കും. പൈസ തോനെ വന്നാ 1 ലക്ഷം ഇട്ട് വേണം. ഇതെന്താ ഇത് മുറുക്കാൻ വാങ്ങാനും പോയിക്കോളിട്ടോ. ഇതൊന്നും പോരാ. നല്ലോണം കളി വരട്ടെ, നല്ലോണം കളി വരട്ടെ, നല്ലോണം കളി വരട്ടെ. ബടായി മാത്രമേ ഉണ്ടായില്ല. അറിയോ 1 ലക്ഷം ഇട്ട് വേണം. 1 പവനെങ്കിലും വേണ്ടേ? അതെ, അതിന്റെ അടുത്ത വർഷം വീണ്ടും കൂടി അത് വിചാരിച്ചിട്ട് ചെണ്ടക്കാരനെ ഉഷാറാക്കി തുടങ്ങി. അതാ ചെണ്ടക്കാരൻ ഉഷാറാക്കി തുടങ്ങി. പുറത്തെ പുറത്തേണ്ട് ചെണ്ടന്മാരൊന്നും കാണാനില്ല. വിശ്വസിച്ച് ഏൽപ്പിച്ചോളെ. ചെക്കന്മാര് പാടിയാലേ ഞാൻ പാടുള്ളൂ. അതെ, അത് പറയാത്തോണ്ടാണ് അവരങ്ങോട്ട് പാടട്ടെ. അങ്ങനെ ഉഷാറ് വരട്ടെ. പണം, ചെറുപഴം, നാളികേരം, തോർത്ത്, മുണ്ട് എന്നിവ നൽകിയാണ് വീട്ടുകാർ ചോഴിയെ യാത്രയാക്കുക. കാരക്കാട് ദേശച്ചോഴിക്ക് ഉപയോഗിക്കുന്ന കോപ്പ് 100 വർഷത്തോളം പഴക്കമുള്ളതാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.